Hi, welcome to my new vlog. Today I'm going to talk about Lent Excellence Dark Chocolate. ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ലെൻറ്റ് എക്സലൻസ് ചോക്ലേറ്റിനെ കുറിച്ചാണ്. അതിൽ 85% ഓഫ് കോക്കോ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. സോ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സോ നല്ല ചോക്ലേറ്റ് ലവേഴ്സിന് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. കാരണം ഇതിൽ 85% പ്യുവർ കോക്കോ ആണ്. സോ അതുകൊണ്ട് കുറച്ച് കയ്പ് ഉണ്ടാവും. പിന്നെ ഒരു 8% ഷുഗർ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. സോ ഇതിൽ 90%ഉം ഉണ്ട്. സോ 90% കുറച്ചുകൂടെ ഗുണമുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കത്തെ ഒരു ഒരു രീതി അല്ല ഇതിനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചോക്ലേറ്റിൽ എന്താ പറയുക അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ എടുത്ത് ഏറ്റവും പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഹാർട്ട് ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് മാത്രമല്ല കൊളസ്ട്രോൾ ലോവർ ഡൗൺ ചെയ്യാനും പിന്നെ ഇതിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്. പിന്നെ ഒരുപാട് മെഗ്നീഷ്യം കണ്ടന്റ്, അയേൺ, പിന്നെ അത്രയും നമുക്ക് ഒമേഗ 3 അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അത് ഡാർക്ക് ചോക്ലേറ്റ്. അത് എക്സ്പെഷ്യലി ഒരു ഹാർട്ട് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ ഊന്നി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്താ പറയാ, ഒരു ഹൃദയത്തിന് ഒരു നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും വിശ്വസിക്കും? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എനിക്ക് കുറച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നിൽ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് ബേസിക്കലി ഇത് ലിൻറ്റിന്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ടോപ്പ് ലെവൽ ചോക്ലേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിസ് മെയ്ഡ് ആണ് ഇതിന്റെ ഒരു മെയിൻ എന്ന് പറയുന്നത്. അതായത് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് ഇത് വരുന്നത്. സോ ആ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ്സിന്റെ ഒരു വേൾഡ് ആണല്ലോ. സോ അവിടെ എന്ന് പറയുന്നത് നമുക്ക് ചോക്ലേറ്റ് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ മെയിൻ ഒരു 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 ബിസിനസ്സും എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ്സിന്റെ ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ അവിടെ അത്രയും വൈഡ് ആയിട്ടാണ് ഇതിന്റെ ചോക്ലേറ്റ് ഫാക്ടറീസും ഇതിന്റെ ഒരു മാനുഫാക്ചറിങ്ങും എല്ലാം നടക്കുന്നത്. സോ അപ്പോൾ അവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ലിൻറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും 85% ഓഫ് കോക്കോ. സോ കോക്കോ എന്നാണ് നമ്മൾ ചോക്ലേറ്റ്സും മെയിൻലി ഇത് ഉണ്ടാക്കി എടുക്കുന്നത്, മാനുഫാക്ചർ ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അത് തന്നെയാണ്. സോ ഇപ്പോൾ ബേസിക്കലി നമുക്കിപ്പോൾ മൂന്നാറിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടറീസും അവിടെ കോക്കോയുടെ ഒരുപാട് കൾട്ടിവേഷനും അവിടെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ബേസിക്കലി ഞാൻ അവിടെ മൂന്നാറിൽ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. അവിടെ കോക്കോയുടെ ഒരുപാട് പ്രിപ്പറേഷനും മാനുഫാക്ചറിങ്ങും ചോക്ലേറ്റിന്റെ മാനുഫാക്ചറിങ് എല്ലാം അവിടെ നടക്കുന്നുള്ളൊരു വിവരം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. സോ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഒരുപാട് ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഒരു 90%, 85, അതിന് താഴെ ഒരുപാട് അവിടെ എന്താ പറയാ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒരുപാട് ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിൽ അവിടെ അങ്ങനെ കുറച്ച് ഒരുപാട് മാനുഫാക്ചറിങ് നടക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷെ ഞാനിത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. സോ ഇതിൽ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ കണ്ടന്റ്സ് ആണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാം. ഇതിൽ മെയിൻലി ഇതിലൊരു 85% എന്താ പറയാ കോക്കോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 85% പ്ലെയിൻ ഡാർക്ക് ചോക്ലേറ്റ് 85% കോക്കോ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സോ പിന്നെ ഇതിൽ എന്താ പറയാ 8% ഷുഗറേ ഉള്ളൂ. സോ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. പിന്നെ ഡയറ്റ് ചെയ്യുന്നത് എന്നെ പോലുള്ള ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനമാണ്. കാരണം നമുക്കൊരു ഷുഗർ ക്രേവിങ്സ് ഓബിയസ്ലി ഉണ്ടാവും. കാരണം നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നതിന് ഫോർ ദ പാസ്റ്റ് 2 years ഐ എം നോട്ട് ഈവൻ കൺസ്യൂമിങ് എനി ടൈപ്പ് ഓഫ് ഷുഗർ. എസ്പെഷ്യലി വൈറ്റ് ഷുഗർ ഞാൻ കൺസ്യൂം ചെയ്യാറേ ഇല്ല. സോ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പിന്നെ അത് മാത്രമല്ല ഒരു ചോക്ലേറ്റ് ഞാൻ അധികം കൺസ്യൂം ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. ഒബിയസ്ലി നമ്മളെ ലിവറിന് നമ്മൾ ഒരുപാട് പണി കൊടുക്കുന്ന പരിപാടിയാണ് ഈ ചോക്ലേറ്റ് നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്നത്. അത് നമുക്ക് അറിയത്തില്ല. നമുക്ക് ഒരുപാട് നമ്മൾ ചോക്ലേറ്റ്സും ഒരുപാട് ഫുഡും നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് നമ്മളെ ലിവറിന് കൂടുതൽ പണിയെടുപ്പിക്കും. അതിനനുസരിച്ച് അതിന്റെ ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. ഫാറ്റി ലിവർ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് അങ്ങനെയൊക്കെ പോകാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഒരു 90% ആണ് ഞാൻ ട്രൈ ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് ടൈം ഞാനിപ്പോൾ ഒരു 85% ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന്റെ നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഇത് ബേസിക്കലി ഇത് ഇപ്പോൾ എൻ്റെ ഒരു ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. സോ യൂഷ്വലി ഗൾഫ് മാർക്കറ്റ്സിൽ ഇത് ഒരുപാട് സുലഭമാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കേരളത്തിൽ ഒരു നല്ല സുലഭമാണ്. കാരണം ലുലുലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡാർക്ക് ചോക്ലേറ്റ്സ് വെറൈറ്റി ആയിട്ടുള്ള സാധനം അവിടെയും അവൈലബിൾ ആണ്. സോ എല്ലാത്തിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. സ്വിറ്റ്സർലാൻഡിന്റെ ചോക്ലേറ്റ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു പെർഫെക്റ്റ് ക്വാളിറ്റി അവിടെ ഉണ്ടാവും. കാരണം അവിടെ നിന്നാണ് നമുക്ക് ചോക്ലേറ്റ്സ് എല്ലാം മെയിൻലി എല്ലാ കൺട്രീസിലോട്ടും ഇമ്പോർട്ട് ചെയ്ത് പോകുന്നതും
എല്ലാം ചെയ്യുന്നത്. സോ അവിടത്തെ ഒരു ലാർജ് ബൾക്ക് ക്വാണ്ടിറ്റി ഓഫ് എക്സ്പോർട്ടിങ് സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നുണ്ട് ഈ ചോക്ലേറ്റ്സിനെ പറ്റി. സോ ഇതാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. എക്സലൻസ് 85% കോക്കോ. ഓക്കെ, സോ ദിസ് ഇസ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. സോ ഇത് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അതിന് വേണ്ട കാര്യങ്ങൾ അറിയാമല്ലോ. എന്തായാലും നമുക്ക് ആദ്യമേ ഇതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ പാക്കിംഗ് എല്ലാം പക്ക പ്രൊഫഷണൽ ആണ് കേട്ടോ. അത്രയും ഇന്റർനാഷണൽ വാല്യൂ ഉള്ള ഒരു സാധനമാണല്ലോ. സോ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ, ലെൻറ്റ് 85% cocoa. I'm so excited because before 6 months I had this. So after a long time I am going to have this. So this is a wonderful moment for me because I love this, because I am a sugar cut person for past 2 or 3 years. So basically അങ്ങനെ അത്രയും ഷുഗർ കട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. സോ എന്തായാലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. സോ ആദ്യമേ നമുക്ക് ജസ്റ്റ് നമുക്കിത് പയ്യെ പേപ്പർ ആദ്യം റിമൂവ് ചെയ്യാം. സോ അങ്ങനെ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ ദിസ് ഇസ് the dark chocolate with 85% of cocoa. സോ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നതിന് ഇത്രയും ഡാർക്ക് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ, കണ്ടില്ലേ? സോ ഫസ്റ്റ് ഐ വിൽ eat this first and I will tell you the review about this one. ഇത് ബി ഫ്രാങ്ക് പറയാലോ, നല്ല കയ്പാണ്. 8% ഷുഗർ മാത്രമേ ഇതിലുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്കത് ആലോചിക്കാമല്ലോ. പക്ഷെ അതിന് ഒരു ടേസ്റ്റ് ഉണ്ട്, ആ ഒരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പ്യൂർ ഫോം ഓഫ് ചോക്ലേറ്റ് ആണ്. ടു ബി ഫ്രാങ്ക് പറയാലോ, അടിപൊളിയാണ്. നമ്മളിത് ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് കയ്പായിരിക്കും. 90% കുറച്ചുകൂടെ കയ്പാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ 90% ആണ്. ബട്ട് ദിസ് ഇസ് 85%. 8% ഷുഗർ മാത്രമേ ഉള്ളൂ. സോ നല്ല കയ്പായിരുന്നു ആ സമയത്ത്. എനിക്ക് കഴിക്കുമ്പോൾ എനിക്കൊരു ബിറ്റർ ഫീൽ ചെയ്തു. കഴിച്ച് വന്നപ്പോൾ പിന്നെ എനിക്ക് ഇതിലൊരു എന്താ പറയുക, ഒരു അഡിക്ഷൻ തോന്നി. കാരണം അത് അങ്ങനെയാണല്ലോ, ആദ്യം നമുക്ക് അങ്ങനെ തോന്നും, ബട്ട് പിന്നെ നമുക്ക് അതിൽ നല്ലൊരു ഇത് തോന്നാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവറിങ്. സോ ഇത്രയും ഇതിലൊരു ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബാർ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 ഒരു 10 ആയിട്ടുള്ളൊരു സ്ക്വയർ ബാർസ് ആണ് ഇതിലുള്ളത്. സോ ഇറ്റ് ഈസ് വർത്ത്. എന്തായാലും അത് വർത്തായിട്ടുള്ളൊരു സാധനമാണ് എന്തായാലും. സോ എന്തായാലും ആ ഒരു അടുത്ത ഒരു ഇതും കൂടെ ഞാൻ കഴിക്കാം. നല്ല കയ്പുണ്ട് കേട്ടോ, ഞാൻ പറയാമല്ലോ, നല്ല ബെറ്ററാണ്. വാവ്, ആ കൊക്കോന് നമുക്ക് ആ കൊക്കോന് ആ ഒരു ബിറ്റർ ഫീൽ ആവും. അതായത് പ്യൂർ ഫോം ഓഫ് കൊക്കോ ആണ് ഇതിൽ. അല്ല, എനിക്ക് ഡൗട്ടുണ്ട് ഇതിൽ 8% ഷുഗർ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം നല്ല ബിറ്റർ ആട്ടോ. പക്ഷെ ആ ചോക്ലേറ്റ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഷുഗർ അടങ്ങിയ ചോക്ലേറ്റ്സ് ആണ് കഴിക്കുന്നത്. അത് എല്ലാവർക്കും ഫേവറേറ്റ് അത് തന്നെയാണ്. ബട്ട് ഇത് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്നവർക്ക് ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ ഇത് ഹാർട്ട് ഹെൽത്തിനൊക്കെ ബെസ്റ്റാണ്. നമ്മുടെ കൊളസ്ട്രോൾ ലോവർ ഡൗൺ ചെയ്യും. കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. പ്രോട്ടീൻ, ഫൈബർ, പിന്നെ എന്താ പറയുക, മാഗ്നീഷ്യം, പിന്നെ നമുക്ക് ഈ കൊളസ്ട്രോൾ ഡൗൺ ചെയ്യാനും പിന്നെ ഷുഗർ ലെവൽ ഡൗൺ ചെയ്യാനും. സോ ഷുഗർ ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് നല്ലതാണ്. ഒബ്വിയസ്ലി ഇതൊരു നമുക്കൊരു എന്താ പറയുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഐറ്റം ആണിത്, ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ അപ്പം ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്, നമ്മളെ ഹെൽത്തിനെ കുറിച്ച് കോൺഷ്യസ് ആണ്. സോ അങ്ങനെ നിൽക്കുന്നവർക്കെല്ലാം ഒബ്വിയസ്ലി ഇത് ഇഷ്ടപ്പെടും. ഇറ്റ്സ് ഗുഡ്, സോ ഗുഡ്. നല്ല ബെറ്റർ ആണ്. ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം. പക്ഷെ ഞാൻ എൻജോയ് ചെയ്യും. കാരണം എനിക്ക് ഈ ഷുഗർ കട്ട് ചെയ്ത് ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ ഭയങ്കരമായിട്ട് വെറുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഷുഗർ വെറുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
ഓബിയസ്ലി നമുക്ക് ഇത് കഴിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു ആദ്യം ഒരു ഇതുണ്ടാവും, പക്ഷെ പിന്നെ ഒരു അഡിക്ഷൻ ആവും ഗൈസ്. അതിലെ കാര്യമുണ്ട് കേട്ടോ. സോ ഞാനിത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും, കാരണം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമുക്ക് കഴിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മളെ ഉള്ളിലോട്ട് ചെല്ലും, നമ്മളെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങോട്ട് മാറും. കാരണം നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെയാണോ? കാരണം ടു ബി ഫ്രാങ്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മടിയായിരിക്കും, പിന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് പ്രഷർ ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് എന്താ പറയുക നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് ചെയ്ത് തുടങ്ങിയ ഒരു 1 month 2 month 3 month 4 month 6 month ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വി ഗെറ്റ് യൂസ് ടു ഇറ്റ്. നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ആയി പോകും അതുമായിട്ട്. പിന്നെ നമുക്ക് അതേ നമുക്ക് പറ്റത്തുള്ളൂ എന്നുള്ള ഇതാവും. സോ അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു ഷുഗർ ടു ബിറ്റർ ഒരിലോട്ട് നമ്മൾ മുന്നോട്ട് മാറുമ്പോൾ നമ്മളെ ബോഡിക്കും നമ്മുടെ ബ്രെയിനിനും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി മെന്റലി നമുക്ക് ഒരു കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ചേഞ്ചും അൺബിലീവബിൾ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മളിപ്പോൾ ഒരു ഷുഗർ കട്ട് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എല്ലാത്തിനും ഒരു അടുക്കൻ ചിട്ട ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എല്ലാത്തിനും ഒരു അടുക്കൻ ചിട്ട ഉണ്ടാവും. അത് നമ്മുടെ മെന്റലിയും ഫിസിക്കലിയും നമ്മുടെ ബോഡിയെ നല്ലതായിട്ട് അഫക്ട് ചെയ്യും. മെന്റലി നമ്മളെ എന്താ പറയുക കുറച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആവും, കുറച്ച് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. സോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി, അത് ഇതിന് ശേഷമാണെന്നാണ് മനസ്സിലായി. പണ്ട് ഞാനൊരു ഷൈ പേഴ്സൺ ആയിരുന്നു, എനിക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയ ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എടുക്കാറില്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കണം. ഇപ്പൊ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ അധികം കട്ട് ചെയ്യാറേ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഫുൾ ലെങ്ത് 7 minute വീഡിയോസ് അല്ലെങ്കിൽ 11 minute അല്ലെങ്കിൽ 15 minute കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങ് വീഡിയോ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാം ക്വിക്കായിരിക്കും. എനിക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം കുറേയൊക്കെ നമ്മൾ നെറ്റിൽ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഇന്റർനെറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. വിത്തൗട്ട് ഇന്റർനെറ്റ് വി കനോട്ട് ലീവ്, മനസ്സിലായില്ല, നമുക്ക് ജീവിക്കാനേ പറ്റില്ല, ഇന്റർനെറ്റ് ഇല്ല. സോ വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് ഇന്റർനെറ്റ്, റൈറ്റ്? സോ ഒരു ദിവസം ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താ പറയുക ഗൂഗിൾ ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ നമ്മൾ എല്ലാത്തിലും നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിലും. ഈവൻ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാവരും ഇതിൻ്റെ അകത്താണ്, യൂട്യൂബിലാണ് ഇവർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു, അവരുടെ അറിവുകൾ അവർ പുറത്ത് കാണിച്ച് പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നു. സോ അപ്പം നമ്മൾ അവരിൽ നിന്നും അവർ പറയുന്നതും എല്ലാവരും പറയുന്നതും നമ്മൾ കേൾക്കുകയാണ്. സോ അപ്പം നമുക്കും ഇതിനെക്കുറിച്ച് ഒരു ഗഹനമായിട്ട് നമ്മളും ചിന്തിക്കും, നമ്മളും ഗൂഗിളിൽ നോക്കും, നമ്മളും കുറച്ച് പഠനം നടത്തും, നമ്മളും കുറച്ച് റെഫർ ചെയ്തിട്ട് നമ്മുടെ മൈൻഡിലോട്ട് ഓരോ കാര്യങ്ങൾ ഇത് ചെയ്തിട്ട് ആണ് സംസാരിക്കും. സോ ഇത് തന്നെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ കോൺഫിഡൻ്റ് സംസാരിക്കുമ്പോൾ, നമ്മളൊരു എന്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അതിനൊരു വ്യക്തത ഉണ്ടായിരിക്കണം, അതിലൊരു റിയാലിറ്റി ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വാസ്തവം ഉണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്ന എന്തായാലും. സോ അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വേൾഡിലോട്ട് വിളിച്ച് പറയുമ്പോഴും പറയേണ്ടത്. സോ എൻ്റെ ഇതും അങ്ങനെയാണ്. സോ ഈ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നതെന്ന് പറയുന്നത് എൻ്റെ ബോഡിയും എന്നെ ഒരുപാട് ചേഞ്ച് ആക്കി, മെന്റലി ഫിസിക്കലി ഞാൻ കുറച്ച് കൺജസ്റ്റഡ് ആയി, എന്ന് വെച്ചാൽ കുറച്ച് സ്ലിം ആയി. അത് കണക്ക് തന്നെ ഒരു വലിയ വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. സോ ഒബിയസ്ലി നമ്മൾ കുറച്ച് സ്ലിം ആയി വരുമ്പോഴത്തോഴും നമുക്ക് വൈഡ് ആയിട്ട് നമ്മുടെ മെന്റാലിറ്റിയും നമ്മൾ അങ്ങനെ അങ്ങ് മാറും. സോ അപ്പോൾ അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്, കാരണം ഞാൻ വിഷയത്തിൽ നിന്ന് തല്ലി മാറി പോകുന്നു. സോ ഇതാണ് ഗൈസ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. സോ ആർക്കും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, ഒബിയസ്ലി ഞാൻ പറയാമല്ലോ. നമ്മൾ ചോക്ലേറ്റ് ലവേഴ്സിനൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ചോക്ലേറ്റ് കഴിക്കാതെ ഷുഗർ കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കാൻ പറ്റിയ സാധനമാണ്, എന്നാലും ബിറ്റർ ആണിത്. 8% ഷുഗർ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. സോ അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു 80% എന്ന് പറയുമ്പോൾ ഞാൻ 95% കാര്യമാണ് കഴിച്ചത്. സോ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, നമുക്കൊരു കയ്പ് ഉറപ്പായിട്ട് നമ്മളെ വായിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടോ, ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ദാറ്റ്, ബട്ട് ഐ ആം എൻജോയിങ് ദാറ്റ്. സോ അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ഷുഗർ എന്നൊരു ബിറ്ററിലോട്ട് നമ്മൾ പോകുമ്പോൾ, മനസ്സിലായില്ലേ, നമ്മുടെ ആ ഒരു ട്രാൻസിഷനും ഒരു ട്രാൻസ്ഫോർമേഷനും എല്ലാം നമുക്ക് തന്നെ ഒരുപാട് കോൺഫിഡൻസും കാര്യങ്ങളും തരും. അതാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ പിറകെ നമ്മൾ പൊക്കോണ്ടിരിക്കുക, മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മൾ അല്ലാതെ ഒരു കാര്യം തന്നെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അതിപ്പോൾ ആരായാലും, ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയാലും, ഒരു മാസ്റ്റേഴ്സ് ഉള്ള ഒരാളായാലും, നമ്മൾ ഒരു സാധനം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മളൊരു വർക്കിന് കയറുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറുണ്ടാവും, നമുക്ക് തന്നെ ഒരു ലൈഫിനെ കുറിച്ച് നമുക്ക് സാലറി കിട്ടുന്നത് നമുക്ക് ജീവിക്കുന്നു.
സോ അപ്പോൾ നമ്മളത് മെന്റാലിറ്റിയിൽ തന്നെ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എല്ലാവരും എക്സ്പോസ്ഡ് ആണ്, ഇന്റർനെറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. സോ നമുക്ക് എന്ത് വേണോ ചെയ്യാം, നമുക്ക് എന്ത് വേണോ സ്വായത്തമാക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവർക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ അതാണ് നമുക്കൊരു ഡിസിപ്ലിനും സാക്രിഫൈസും ആണ് ഒരു സക്സസിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്ക്. പിന്നെ അതറിയാലോ, ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നതും നമുക്ക് എന്താ പറയാ, നമ്മൾ എന്തെങ്കിലും വിചാരിക്കുന്ന കാര്യങ്ങളിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആക്കുക. നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ ഒരു ആൾക്കാരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴും അവർ വേറെ രീതി ചിന്തിക്കുന്നു, നമ്മൾ വേറെ ചിന്തിക്കുന്നു. അവരുടെ പ്രൊഫഷൻ വേറെ, നമ്മുടെ പ്രൊഫഷൻ വേറെ. സോ നമുക്ക് കൊളൈഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് കൊളൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. സോ അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉറപ്പായിട്ടും നമുക്ക് ബൂസ്റ്റാണ്. നമ്മുടെ ബ്രെയിനിന് ബൂസ്റ്റപ്പ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യും, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും. സോ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ ആദ്യം ഞാൻ ലിങ്ക് ചോക്ലേറ്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, അവസാനം വേറൊരു ലെവലിലോട്ട് കാര്യങ്ങൾ മാറി. ഏതായാലും എല്ലാം ഉപയോഗമുള്ള കാര്യങ്ങളാണല്ലോ. സോ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. സോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി എടുത്ത് കാണുക. റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, പറയാം. നെഗറ്റിവിറ്റി എനിക്ക് പ്രശ്നമല്ല, കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആൾക്കാർ ഒരുപാട് നെഗറ്റീവ്സ് പറയും. പക്ഷെ അത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ റെഫർ ചെയ്ത് അത് ശരിയുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ എന്താ പറയാ ഡൗൺ ആക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു എനർജി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സോ എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളെല്ലാം നല്ലത് ചെയ്യുക, മുന്നോട്ട് പോവുക. സോ ഞാൻ പറഞ്ഞ രണ്ട് കാര്യം കൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഡിസിപ്ലിനും ഹാർഡ് വർക്കും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണ്ടത്. സോ ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ബൈ.